ഹായ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സമയത്ത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് പെരിന്തൽമണ്ണയിലെ ചില സഖാക്കളുടെ വീഡിയോകളും അവർ പറയുന്ന ചില കണക്കുകളുമൊക്കെ നമ്മൾ കേട്ടതാണ്. ആ കണക്കുകളിലൊക്കെ അവർ പറഞ്ഞു വച്ചത് പെരിന്തൽമണ്ണയിൽ ഇടതുപക്ഷത്തിന് ജയിക്കാനാവുന്ന തരത്തിലുള്ള സാധ്യതകളും അതിനനുസരിച്ചുള്ള കണക്കുകളുമാണ്. അതൊക്കെ തിരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമാണ്. നമ്മുടെ അണികളെ പറഞ്ഞു നിർത്തുന്നതിന് വേണ്ടി, അവർക്ക് ഊർജം കൊടുക്കുന്നതിന് വേണ്ടി ഇത്തരം തെറ്റായ കണക്കുകളൊക്കെ പറഞ്ഞു പഠിപ്പിക്കാം. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിരുന്ന സഖാക്കൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി, ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് വീണ്ടും ഇതുപോലെയുള്ള കണക്കുകളുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ആ കണക്കുകളിലും ഇപ്പോഴും അവർ അവകാശപ്പെടുന്നത് പെരിന്തൽമണ്ണ ഇടതുപക്ഷം വിജയിക്കുമെന്നാണ്. അത്യാവശ്യം തലയിൽ ആൾതാമസമുള്ള സഖാക്കൾക്ക് പോലും അറിയാം ഈ തിരഞ്ഞെടുപ്പിൽ മികവാർന്ന ഒരു വിജയം പെരിന്തൽമണ്ണയിൽ UDF ഉണ്ടാകുമെന്നും നജീബ് കാന്തപുരം വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നും. പെരിന്തൽമണ്ണ ഒരിക്കലും ഒരു UDFന്റെ കുത്തക മണ്ഡലമായിരുന്നു എന്ന് ഞങ്ങൾ ആരും അവകാശപ്പെടുന്നില്ല. പക്ഷേ ഈ പറയുന്ന സഖാക്കൾക്ക്, ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് മുറവിളി കൂട്ടുന്ന, അതല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന സഖാക്കൾ പെരിന്തൽമണ്ണയുടെ ചരിത്രമൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. 1957 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിൽ ജയിച്ചു വരുന്നത് ഗോവിന്ദൻ നമ്പ്യാരാണ്. ശേഷം 1960 തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായിട്ടുള്ള EP ഗോപാലൻ. 67 പെരിന്തൽമണ്ണയിൽ സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി. ഇവരാണ് ഇടതുപക്ഷത്തിൻ്റെ കാൻഡിഡേറ്റായി പെരിന്തൽമണ്ണയിൽ നിന്ന് MLA-മാരായി തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം UDFന്റെ കൈകളിലേക്ക് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം എത്തുന്നത് 1970 മർഹൂം KK തങ്ങളാണ് ഈ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. 77 KK തങ്ങൾ ഈ മണ്ഡലത്തിൽ നിന്ന് UDFന്റെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം 1980 ബഹുമാന്യനായ നാലകത്ത് സൂപ്പി സാഹിബ് പെരിന്തൽമണ്ണ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. 80 ശേഷം 82 87 91 96 2001 നീണ്ട 36 വർഷക്കാലം പെരിന്തൽമണ്ണയുടെ MLA ബഹുമാന്യനായ സൂപ്പി സാഹിബാണ്. അന്ന് UDFന് കിട്ടിയിരുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 5000-നും 6000-നും ഇടയിലാണ്. അതിന് മുകളിലേക്കൊരു ഭൂരിപക്ഷം UDFന് പോയിട്ടില്ല. അന്ന് മണ്ഡലത്തിലുണ്ടായിരുന്ന പഞ്ചായത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കീഴാറ്റൂർ പഞ്ചായത്ത് UDFന് മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പഞ്ചായത്താണ്. അതുപോലെ തന്നെ എടപ്പറ്റ പഞ്ചായത്ത് UDFന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പഞ്ചായത്ത്. മറ്റൊന്ന് അങ്ങാടിപ്പുറം പഞ്ചായത്ത്. മണ്ഡല പുനർവിഭജനത്തിന് ശേഷം ഈ 3 പഞ്ചായത്തുകളും പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. അതിനു മുമ്പാണ് 2006 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ ഇടതുപക്ഷത്തിൻ്റെ ഒരു തരംഗത്തിൽ മറ്റ് പല മണ്ഡലങ്ങളും നഷ്ടപ്പെട്ടതുപോലെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം UDFന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഇടതുപക്ഷം പെരിന്തൽമണ്ണയിൽ വിജയിച്ചത്. അതിനുശേഷം ഈ മണ്ഡലത്തിൻ്റെ പുനർവിഭജനം നടന്ന് UDFന് മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പഞ്ചായത്തുകൾ പോലും പെരിന്തൽമണ്ണയിൽ നിന്ന് മറ്റ് മഞ്ചേരി മണ്ഡലത്തിലേക്കും അതുപോലെ തന്നെ മങ്കട മണ്ഡലത്തിലേക്കും മാറിപ്പോയി. പകരം പെരിന്തൽമണ്ണയിലേക്ക് വന്നത് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പുലാമന്തോൾ പഞ്ചായത്താണ് പെരിന്തൽമണ്ണയിലേക്ക് വന്നത്. എന്നിട്ടും 2011 തെരഞ്ഞെടുപ്പിൽ ബഹുമാന്യനായ മഞ്ഞളാംകുഴി അലി സാഹിബ് പെരിന്തൽമണ്ണയിൽ എത്തുകയും പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം വീണ്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഏകദേശം 10,000-നടുത്ത് വോട്ടിൻ്റെ ലീഡിനാണ് പെരിന്തൽമണ്ണ മണ്ഡലം UDF തിരിച്ചു പിടിച്ചത്. ആ തിരഞ്ഞെടുപ്പിൽ തന്നെ UDFന് കേരളത്തിൽ അധികാരം ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം 2016 തിരഞ്ഞെടുപ്പിൽ അലി സാഹിബ് തന്നെ മത്സരിക്കുകയും
കേവലം 570 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് UDF ജയിക്കാൻ സാധിച്ചത്. 2021 തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോരാട്ടം നടന്ന ഒരു മണ്ഡലം എന്നുള്ള നിലക്ക് തന്നെ പെരിന്തൽമണ്ണയിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയമുണ്ടായി. സാങ്കേതികമായി 38 വോട്ടിന്റെ വിജയമാണ് എന്ന് നിങ്ങൾ പറയുമ്പോഴും കേരളത്തിൽ 99 സീറ്റിന്റെ പിൻബലത്തോടുകൂടി ഇടതുപക്ഷം അധികാരത്തിൽ വന്ന് മൃഗീയ ഭൂരിപക്ഷം, ഒരു മൃഗീയ തേരോട്ടം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിലാണ് പെരിന്തൽമണ്ണ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി കൈപ്പിടിയിൽ ഒതുക്കി നിർത്തുന്നത്. 5 വർഷം കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിലും നജീബ് സാഹിബ് തന്നെയാണ് പെരിന്തൽമണ്ണയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. നിങ്ങൾ ആ 38ന്റെ സ്വപ്നം കണ്ടിട്ടാണ്, ആ കണക്ക് വെച്ചിട്ടാണ് നിങ്ങൾ പെരിന്തൽമണ്ണയിലെ ജയപരാജയങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നതെങ്കിൽ നിങ്ങൾ പെരിന്തൽമണ്ണയിലെ രാഷ്ട്രീയ സാഹചര്യം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. 5 വർഷക്കാലം കൊണ്ട് നജീബ് സാഹിബ് നടത്തിയ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങൾ, അത് ഈ മണ്ഡലത്തിലെ മുഴുവൻ സാധാരണക്കാരായ ആളുകളെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്താനാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. കേവലം പരമ്പരാഗതമായ വികസന സ്വപ്നങ്ങൾക്കപ്പുറത്തേക്ക് പുതിയ തലമുറയെയും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളെയും പുതിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് മറ്റ് MLA-മാർ പോലും സ്വപ്നം കാണാത്ത പദ്ധതികൾ നടപ്പിലാക്കി ഈ ആളുകളെ ചേർത്ത് നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഒരു UDF MLA-ക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും തിളക്കമാർന്ന വിജയം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഇനി അതുമാത്രമല്ല, ഒരു നജീബിയൻ തരംഗം ഉണ്ടാവുന്നുണ്ട്. ആ തരംഗം കൂടെ വന്നു കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഒരു MLA-ക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് നജീബ് സാഹിബ് MLA ആവാൻ പോകുന്നത്. നിങ്ങൾ കണക്ക് വേണമെങ്കിൽ എഴുതി വെച്ചോ. താഴേക്കോട് പഞ്ചായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 5000 വോട്ടിന്റെ ഭൂരിപക്ഷം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും. ആലിപ്പറമ്പ് പഞ്ചായത്ത് 4000-ൽ കുറയാത്ത ഭൂരിപക്ഷം UDF-നുണ്ടാവും. മേലാറ്റൂർ പഞ്ചായത്തിൽ 2000 വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും. വെട്ടത്തൂർ പഞ്ചായത്തിൽ ഏറ്റവും കുറഞ്ഞത് 3000 വോട്ടിന്റെ ലീഡ് നജീബ് സാഹിബിനുണ്ടാവും. നിങ്ങൾ അവകാശപ്പെടുന്ന പെരിന്തൽമണ്ണയും ഏലംകുളവും പുലാമന്തോളും ഉണ്ടല്ലോ, ഞങ്ങൾ പറയുന്നു പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഐക്യജനാധിപത്യ മുന്നണി ലീഡ് നേടും. ഏറ്റവും ചുരുങ്ങിയത് 1000 വോട്ടിന്റെ ലീഡെങ്കിലും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ UDF-നുണ്ടാവും. ഏലംകുളത്ത് കേരളത്തിൽ ആദ്യമായി ജനാധിപത്യ മാർഗത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ അതിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഏലംകുളം, ആ ഏലംകുളത്ത് ഐക്യജനാധിപത്യ മുന്നണി ലീഡ് നേടും. പിന്നെ നിങ്ങൾ നാട്ടുകാരനാണ്, 3 തവണ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് എന്നൊക്കെ പറയുന്ന സ്വന്തം പഞ്ചായത്തിൽ നിങ്ങളൊരു വാദത്തിന് വേണ്ടി ഞങ്ങൾ സമ്മതിച്ചു തന്നാൽ പോലും ഇടതുപക്ഷത്തിന് 1000 വോട്ടിൻ്റെ മേൽ ലീഡ് നേടാൻ പുലാമന്തോളിലാവില്ല. ഞങ്ങൾ പറയുന്നത് പുലാമന്തോളിലും ഒരു നജീബിയൻ തരംഗമുണ്ടാവും, UDF ലീഡ് നേടും എന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഈ പറയപ്പെട്ട കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ മാത്രം ഒരു 15000 വോട്ടിൻ്റെ ലീഡ് ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടാവും. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, കഴിഞ്ഞ 2 അക്ക ഭൂരിപക്ഷത്തിൽ നിന്ന് പെരിന്തൽമണ്ണയിൽ 5 അക്ക ഭൂരിപക്ഷത്തിന് കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന MLA ആയി നജീബ് സാഹിബ് ഉണ്ടാകും. ഒരു തർക്കവും ആ കാര്യത്തിൽ നിങ്ങൾ വേണ്ട. മെയ് 4-ാം തീയതി വരെ നിങ്ങൾക്കിങ്ങനെ കണക്കൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിങ്ങനെ ആഘോഷിക്കാം. പക്ഷേ മെയ് 4-ാം തീയതി റിസൾട്ട് വന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അതിൽ ഏറ്റവും മികവാർന്ന വിജയം നേടുന്ന MLA-മാരുടെ കൂട്ടത്തിൽ പ്രിയങ്കരനായ നജീബ് സാഹിബ് ഉണ്ടാവും. നമുക്ക് കാത്തിരുന്ന് കാണാം.